നിങ്ങൾക്ക് മാജിക് സ്റ്റിച്ചിങ് രീതികൾ അറിയാമോ? പ്രശസ്തനായ ചൈനീസ് വൈദ്യൻ ഹുവാ തുവോയുടെ ഇൻവിസിബിൾ സ്റ്റിച്ചാണ് ഇതിൽ ഏറ്റവും അത്ഭുതകരം. ആദ്യം സൂചി കുത്തി നൂൽ വലിച്ചെടുക്കുക, പിന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് ഇടുക, നൂൽ സൂചിക്ക് ചുറ്റി വീണ്ടും വലിച്ചെടുക്കുക, മൂന്നാമത്തെ സ്റ്റിച്ച് രണ്ടാമത്തേതിനടുത്തിടുക, വീണ്ടും നൂല് ചുറ്റി വലിക്കുക. ഇങ്ങനെ തുടർച്ചയായി ആവർത്തിച്ചാൽ മതി. ഈ ഇൻവിസിബിൾ സ്റ്റിച്ച് ഹുവാ തുവോ തന്നെ മുറിവുകൾ മുറുകാൻ കണ്ടുപിടിച്ചതാണെന്ന് പറയപ്പെടുന്നു. അതിന്റെ പ്രത്യേകത, സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നൂലൊന്നും കാണാനാവില്ല. അതുകൊണ്ടാണ് ഇന്നിത് വസ്ത്രങ്ങളിൽ വന്ന പൊട്ടലുകൾ ശരിയാക്കാനും പാന്റിന്റെ നീളം കുറയ്ക്കാനോ കൈയിന്റെ ഭാഗങ്ങൾ ക്രമപ്പെടുത്താനോ ഉപയോഗിക്കുന്നത്. പഴയവരുടെ ജ്ഞാനം അതിശയിപ്പിക്കാതെ വയ്യ. സ്ലീവ് വളരെ നീളമാണോ? മുറിക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റിച്ചിങ് രീതിയിലൂടെ ആവശ്യത്തിന് മാത്രം കുറയ്ക്കാം. എല്ലാത്തരം കഫ്സിനും ഇത് ചേരും. അവസാനം നൂല് വലിച്ചുറപ്പിച്ചാൽ സ്ലീവ് ചുരുങ്ങും. റൗണ്ട് നെക്ക് അധികം താഴ്ന്നതായി തോന്നുന്നുണ്ടോ? എളുപ്പത്തിലൊരു ട്രിക്കിതാ. താഴേക്കൊരു സ്റ്റിച്ച്, പിന്നെ മുകളിലേക്കൊരു സ്റ്റിച്ച്, ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടുമായി ആവർത്തിക്കുക. അവസാനം നന്നായി വലിച്ചുറപ്പിച്ചാൽ നെക്ലൈൻ ചെറിയതാകും, ലളിതവും സുന്ദരവുമാണ്. വേസ്റ്റ് ബാൻഡ് വളരെ ഇളവാണോ? ആദ്യം നടുവിലെ സീം കണ്ടെത്തി അടയാളപ്പെടുത്തുക. അതിന്റെ ഇരുവശത്തും ഒരുപോലെ സ്റ്റിച്ചിടുക. അവസാനം നൂല് മൃദുവായി വലിച്ചാൽ പ്രശ്നം തീരും. ലെഗിങ്സിന്റെ സീം പൊട്ടിയോ? അടിഭാഗത്ത് നിന്ന് തുടങ്ങുകയും ഇടത് വലത് മാറി മാറി സ്റ്റിച്ചിടുകയും ചെയ്യുക. ഓരോ തവണയും നൂല് ചുറ്റിക്കടത്തുക. ഇങ്ങനെ തുടർന്നാൽ ലെഗിങ്സ് പഴയപോലെ ശരിയാകും. വളരെ ലളിതവും പ്രായോഗികവും. ജാക്കറ്റിൽ പൊട്ടലുണ്ടോ? പാച്ചിങ് സ്റ്റിച്ച് രീതിയാണ് ഏറ്റവും നല്ലത്. ഓരോ സ്റ്റിച്ചും പതിയെ ഇടുക. പൊട്ടൽ നീറ്റായി അടയ്ക്കപ്പെടും. ലളിതവും മനോഹരവുമാണ്. വാങ്ങിക്കിട്ടാത്ത ഗുണമേന്മ തന്നെ. ശരിയാക്കിയതിനു ശേഷം അത് വീണ്ടും 40 വർഷം നിലനിൽക്കും. ഈ സ്റ്റിച്ചിങ് ഹാക്കുകളൊക്കെ പഠിച്ചോ? വീഡിയോ സേവ് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതുപോലെ കൂടുതൽ ട്രിക്കുകൾക്കായി ഫോളോ ബട്ടൺ അങ്ങ് അടച്ചു പൊട്ടിക്കുക.